യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ ബിഷപ്പ് സുനിൽ വി ജേക്കബ്, ഡയോസിസ് ഓഫ് ഓൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ മൈസൂർ മേഖല ബിഷപ്പായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ സ്വർഗീയവിരുന്ന് ചർച്ച് മൈസൂരിന്റെ സീനിയർ ശുശ്രൂഷകനായിട്ടും സേവനമനുഷ്ഠിക്കുന്നു. സൗരന്മാരെ, ഇത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ നാം ഏകകണ്ഠേന ഒന്നിച്ചു നിൽക്കുകയാണ്. ക്രിസ്ത്യാനികളെ നാം ഈ മഹത്തായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. നാം ഇന്ത്യക്കാരാണ്. നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 പ്രകാരം നമ്മുടെ വിശ്വാസം സ്വതന്ത്രമായി ആചരിക്കാനും പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും നമുക്ക് അടിസ്ഥാനമായ അവകാശമുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം പീഡനത്തിനും അവഗണനയ്ക്ക് വിധേയമാകുന്നത് വേദനാജനകമാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം പീഡനത്തിനും അവഗണനയ്ക്ക് വിധേയമാകുന്നത് വേദനാജനകമാണ്. എന്നാൽ ഞാൻ നിങ്ങൾ വ്യക്തമാക്കുന്നത്, ഇന്ന് നമ്മളെല്ലാവരും ഉണരേണ്ട സമയമാണ്. രാജ്യത്തുടനീളമുള്ള ക്രിസ്ത്യാനികൾ ഒന്നിച്ചു നിൽക്കുകയും കൈകോർക്കുകയും ചെയ്ത് നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ആവശ്യപ്പെടുന്ന സമയമാണിത്. നാം യാചിക്കുന്നില്ല, നിയമത്തിന് മുന്നിൽ തുല്യ സംരക്ഷണം നാം ആവശ്യപ്പെടുന്നത്. മറ്റ് സമൂഹങ്ങൾക്കുള്ളതുപോലെ ക്രിസ്ത്യാനികൾക്കും അട്രോസിറ്റി കേസുകളിലെ നിയമപരമായ സംരക്ഷണം നൽകണമെന്ന് നാം സർക്കാരിനോട് ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. നമ്മുടെ സഭകളെയും സ്ഥാപനങ്ങളെയും സമൂഹ താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്ന ന്യായമായ നിയമങ്ങൾ നമുക്ക് അത്യാവശ്യമാണ്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങളും ഭീഷണികളും വിദ്വേഷ പ്രചരണങ്ങളും നടത്തുന്നവർക്കെതിരെ തൽക്ഷണം FIR രജിസ്റ്റർ ചെയ്യുകയും അതിനുള്ള ശിക്ഷകൾ കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ ഒരു മീഡിയ മുഖാന്തരമായിട്ട് ആവശ്യപ്പെടുന്നത്. ഇന്ന് ക്രിസ്ത്യാനികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇന്ത്യൻ ഭരണഘടന സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ജനാധിപത്യവും നിയമവാഴ്ചയും നിലനിർത്തുന്നതിനുള്ള പോരാട്ടമാണ്. മതം, ജാതി, വർഗം, നിറ എന്നിവയെല്ലാം അതിജീവിച്ച് എല്ലാ ഇന്ത്യക്കാരോടും നാം അഭ്യർത്ഥിക്കുന്നത് അടിസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷണത്തിനായി ഞങ്ങളോടൊപ്പം നിൽക്കണമെന്നാണ്. നമ്മുടെ ക്രിസ്മസ്, ഈസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ പെരുന്നാളുകൾ ഇതൊക്കെ ആചരിക്കാനോ നമ്മുടെ വിശ്വാസത്തെ പ്രയോഗിക്കാനോ നാം അനുമതി നേടുന്നില്ല. മാന്യമായും സ്വതന്ത്രമായും സുരക്ഷിതമായും ജീവിക്കാനുള്ള നമ്മുടെ അവകാശമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. നാം ഈ മണ്ണിൽ ജനിച്ചവരാണ്. നമ്മൾ മനസ്സുകൊണ്ട് ഇന്ത്യക്കാരാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ അനേകം വ്യക്തികൾ പഠിച്ചിട്ടുണ്ട്. അവരിന്ന് മന്ത്രിമാരായിട്ടുണ്ട്, ജഡ്ജിമാരായിട്ടുണ്ട്, ഡോക്ടേഴ്സായിട്ടുണ്ട്, സയന്റിസ്റ്റ് ആയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല കാര്യങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങൾ പഠിച്ചവർ ഇത് നേതൃത്വം വഹിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യക്കാരായിരിക്കെ ഈ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകളും ജൈനുകളും എല്ലാവരും ചേർന്നാണ് ഈ രാഷ്ട്രത്തെ സമ്പന്നമാക്കിയതും വൈവിധ്യമാർന്നായിട്ടുള്ള ഈ സമൂഹത്തെ നിർമ്മിച്ചിരിക്കുന്നതും. ഞങ്ങളത് അഭിമാനിക്കുന്നു. ഇന്ത്യക്കാരനതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യയിൽ ജനിച്ചതിൽ അഭിമാനിക്കുന്നു. ഇന്ത്യയിൽ വളർന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതിനാൽ നാം സർക്കാരിനോട് ചോദിക്കുന്നത്, എപ്പോൾ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ അത് പ്രവർത്തിതമാകും? ഭയവും ഭീഷണിയും വിവേചനവും ഇല്ലാതെ ഓരോ ഇന്ത്യക്കാരും ജീവിക്കാൻ കഴിയുന്ന ദിവസം എപ്പോൾ വരും? ഭരണഘടനയെ സംരക്ഷിക്കേണ്ട സമയമാണിത്. ഓരോ പൗരനും തന്റെ വിശ്വാസം ഭയമില്ലാതെ ആചരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ട സമയമാണിത്. നമ്മുടെ വൈവിധ്യത്തിൽ ഏകതയോടെ ഒന്നിച്ചു നിൽക്കാം. നീതി, സമത്വം, സമാധാനം എന്ന് ആവശ്യപ്പെടാം. ദൈവം ഇന്ത്യയെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഡയോസിസ് ഓഫ് ഓൾ പ്രൊട്ടസ്റ്റന്റ് ചർച്ചിന്റെ മൈസൂർ മേഖല ബിഷപ്പായിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരോടും ഈ ഒരു ഡയോസിസിനെയും അപ്പോൾ തന്നെ ക്രിസ്ത്യാനികളെയും അതോടൊപ്പം തന്നെ എല്ലാ മതക്കാരോടും ഒരുമിച്ച് നമുക്ക് ചേർന്നിക്കുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് കൈകോർക്കാം. നമ്മുടെ ഇന്ത്യയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.